Hello, good morning all. ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ളത് സൈക്കോളജിക്കൽ കൗൺസിലറും റെമഡിക്കൽ ട്രെയിനറുമായ നമ്മുടെ ഇന്ദിര മാം ആണ്. ഇന്ദിര മാമിനെ സ്നേഹത്തോടെ ഈ ഒരു സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഇന്ദിര മാം സ്റ്റാർട്ട് ചെയ്യാം. Okay, thank you. Good morning all. Good morning. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ഞാൻ ആശംസിക്കുകയാണ്. പുതിയൊരു ദിവസം, പുതിയൊരു തോട്ട്, പുതിയൊരു മാറ്റത്തിന് നമ്മൾ ഓരോരുത്തരും തയ്യാറായിരിക്കുകയാണ് അല്ലേ? യെസ്. അപ്പം ഇന്നത്തെ എൻ്റെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ടുവാർഡ്സ് ആൻ ഇൻക്ലൂസീവ് സൊസൈറ്റി എന്നതാണ്. ഓക്കെ, നമ്മൾ എത്ര മനോഹരമായിട്ടുള്ളൊരു ലോകത്താണല്ലേ ജീവിക്കുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള കഴിവുകളുള്ള, വ്യത്യസ്ത ആളുകളുള്ള, വ്യത്യസ്ത സംസ്കാരങ്ങളും ഭാഷകളും ഉള്ള, വ്യത്യസ്ത ഇമോഷണൽ ആളുകളുള്ള, വികാരങ്ങളുള്ള, വ്യത്യസ്ത എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടുള്ള ഈ ഒരു അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ എല്ലാവരും താമസിക്കുന്നത് അല്ലെ, ജീവിക്കുന്നത്. എന്നാൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ? ഒരേ ഒരു കാര്യം എന്താ? അംഗീകരിക്കപ്പെടുക എന്നുള്ളതല്ലേ? അതോടൊപ്പം തന്നെ ബഹുമാനിക്കപ്പെടുക എന്നുള്ളതല്ലേ? സ്നേഹിക്കപ്പെടുക എന്നുള്ളതും മറ്റുള്ളവരെ ഉൾപ്പെടുത്തുക എന്നുള്ളതുമല്ലേ? യെസ്. ഇന്നത്തെ എൻ്റെ ഒരു ടോപ്പിക്കോട് കൂടി ഞാൻ നിങ്ങളിലേക്ക് തരുന്നത് നമ്മളൊരു ഉൾക്കൊള്ളുന്ന സമൂഹത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അത് തന്നെ നമുക്ക് എന്താണ് ഇൻക്ലൂസീവ് സൊസൈറ്റി എന്ന് നോക്കിയാലോ. എന്താണ് ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ? ആരാലും ആരെയും മാറ്റി നിർത്താത്ത ഒരു സമൂഹം അല്ലെ? വ്യത്യാസങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന, റെസ്പെക്ട് ചെയ്യുന്ന ഒരു സമൂഹം. എല്ലാവർക്കും സമാന അവസരങ്ങളും സുരക്ഷയും കോൺഫിഡൻസും ബിൽഡ് ചെയ്യുന്ന ഒരു സമൂഹം അല്ലെ? ഇത്തരം ഒരു സമൂഹത്തില് ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, ലേണിംഗ് ചലഞ്ചസ് ഉള്ള കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുന്നു? സപ്പോർട്ട് ചെയ്യുകയാണ്. ഫിസിക്കൽ ചാലഞ്ചസ് ഉള്ള ആളുകളെ നമ്മൾ എംപവർ ചെയ്യുകയാണ് അല്ലെ? പിന്നെയോ വ്യത്യസ്ത സംസ്കാരങ്ങളെയും ഭാഷകളെയും എല്ലാം നമ്മൾ അവരുടെ അഭിപ്രായങ്ങളെയും എല്ലാം റെസ്പെക്ട് ചെയ്യുകയാണ്. യെസ്, നമ്മൾ ആരും ആരെയും അവരുടെ അപ്പിയറൻസിലോ അവരുടെ ജെൻഡറിലോ അല്ലെങ്കിൽ അവരുടെ കഴിവുകളോ നോക്കി ജഡ്ജ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇൻക്ലൂസീവ് സൊസൈറ്റിയിൽ ഉണ്ടാകുന്നത് അല്ലെ? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? ആണോ? അതെ, തീർച്ചയായിട്ടും എല്ലാവരെയും അംഗീകരിക്കുകയും റെസ്പെക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സൊസൈറ്റി. എന്തുകൊണ്ടാ ഇൻക്ലൂസീവ് സൊസൈറ്റി ഇത്രയും ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഇൻക്ലൂഷനിലൂടെ നമ്മൾക്ക് എന്ത് ചെയ്യാം? കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഇമോഷണൽ സേഫ്റ്റി ബിൽഡ് ചെയ്യാനും അതോടൊപ്പം തന്നെ നല്ലൊരു സമൂഹത്തിനെ നമുക്ക് വാർത്തെടുക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് അല്ലെ? റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഭാവിയെ നമ്മൾക്ക് എന്ത് ചെയ്യാം? ബിൽഡ് ചെയ്യാം എന്നുള്ളതൊക്കെ ഈ ഒരു ഇൻക്ലൂഷൻ സൊസൈറ്റി കൊണ്ട് പ്രധാനപ്പെട്ടതാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇൻക്ലൂഷൻ സൊസൈറ്റിയിൽ ഏതെല്ലാം തരത്തിലുള്ള ആളുകളായിരിക്കാം ഉണ്ടാവുക? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലേണിംഗ് ചാലഞ്ചസ് ഉള്ള, ഫിസിക്കൽ ചാലഞ്ചസ് ഉള്ള, ഇമോഷണൽ ചാലഞ്ചസ് ഉള്ള, കൾച്ചറൽ ആൻഡ് ലാംഗ്വേജസ് ചാലഞ്ചസുകളുള്ള അല്ലെ? ഇത്തരം ആളുകളെല്ലാം ഈ ഇൻക്ലൂഷനിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് അല്ലെ? അപ്പം ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഈ തരത്തിലുള്ള വ്യത്യാസങ്ങളെ എല്ലാം ഒരേപോലെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അല്ലെ? ഒരു കുഞ്ഞു കഥ പറയാം. കഥ എങ്ങനെയാണ്? ഒരു ക്ലാസ്സിൽ നല്ല ഭംഗിയുള്ള ഒരു ക്രയോൺ ബോക്സ് ഉണ്ട്. ആ ക്രയോണുകളിൽ എല്ലാം നല്ല ഭംഗിയുള്ളതാണ്, പുതുമയുള്ളതാണ്. ഓക്കെ,
അതിൽ ഒരാളൊഴികെ മാത്രം ഒരു ഒടിഞ്ഞ ക്രയോൺ ഉണ്ടായിരുന്നു. ആ ഒടിഞ്ഞ ക്രയോണിനെ ആരും തന്നെ മൈൻഡാക്കിയില്ല. ആ ക്ലാസ്സിൽ ടീച്ചർ ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത സമയത്ത് എല്ലാ കുട്ടികളും ആ പെർഫെക്റ്റ് ആയിട്ടുള്ള, ആ പുതുമയുള്ള, ആ ഭംഗിയുള്ള എല്ലാ ക്രയോണും മാത്രം സെലക്ട് ചെയ്തു. അവരത് എടുത്തുപോയി, അതുകൊണ്ട് ചിത്രം വരച്ചു. പക്ഷേ അതിലൊരാൾ മാത്രം മാറ്റി നിർത്തപ്പെട്ടു, ആ ഒടിഞ്ഞ ക്രയോണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു ചെറിയൊരു കുട്ടി ആ ഒടിഞ്ഞ ക്രയോണിനെ എടുത്തുകൊണ്ട് ചിത്രം വരച്ചു. ടീച്ചർ ആ ഒടിഞ്ഞ ക്രയോൺ എടുത്ത സമയത്ത് ടീച്ചർ അത് ശ്രദ്ധിക്കുകയുണ്ടായിരുന്നു, ആ കുട്ടി എന്താണ് അവിടെ ചെയ്യുന്നതെന്ന്. എന്നിട്ട് അവനത് ചിത്രം വരച്ചു, നല്ല ഭംഗിയുള്ള കളറൊക്കെ കൊടുത്തു, അതിനെ ഒരു നിറമുള്ളതാക്കി മാറ്റി എന്നുള്ളതാണ്. അപ്പൊ ടീച്ചർ ചോദിച്ചു, മോൻ എന്തിനാണ് ഈ ഒരു ഒടിഞ്ഞ ക്രയോൺ എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്തത്? കാരണം അത്രയും നല്ല ഒടിയാത്ത പെർഫെക്റ്റ് ആയിട്ടുള്ള മറ്റ് ക്രയോണുകളൊക്കെ ഉണ്ടായിട്ടും മോൻ എന്തിനാ ഈ ഒരു ചെറിയ ക്രയോൺ കൊണ്ട് കളർ കൊടുക്കാനും ചിത്രം വരയ്ക്കാനും ഒക്കെ സെലക്ട് ചെയ്തത്? അപ്പൊ അവൻ പറഞ്ഞത്, ആ ഒടിഞ്ഞ ക്രയോൺ എടുത്തെങ്കിൽ കൂടി എൻ്റെ ചിത്രത്തിനെ അത് മനോഹരമുള്ളതാക്കി മാറ്റി എന്നുള്ളതാണ്. യെസ്, ഇതിൽ നിന്നും നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മൾ ഈ ഒരു സൊസൈറ്റിയിൽ വ്യത്യസ്ത തരത്തിലുള്ള ആളുകളുണ്ടല്ലേ. അവർക്ക് പലരും സ്ലോ ആയിരിക്കാം, വീക്ക് ആയിരിക്കാം, പല ബുദ്ധിമുട്ടുകളും നേരിടുന്നവരായിരിക്കാം. എന്ന് കരുതിയിട്ട് അവർക്കൊന്നും ഒരു വിലയുമില്ല എന്നുള്ളതാണോ? അല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള കഴിവുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം നമ്മളത് അവിടെ മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അവരെ മനസ്സിലാക്കി അത് എൻകറേജ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയൊരു സമൂഹത്തിനെ നമ്മൾക്ക് വാർത്തെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. എങ്കിൽ കൂടി ഇൻക്ലൂഷൻ സൊസൈറ്റി ഉണ്ടാക്കുന്നതിൽ പല ബാരിയേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ, തടസ്സങ്ങളും ഉണ്ടായിരിക്കും. എന്തൊക്കെയായിരിക്കും തടസ്സങ്ങള്? ഇത് ഞാൻ നിങ്ങൾക്ക് വിട്ടുന്നിരിക്കുകയാണ്. എന്തൊക്കെയായിരിക്കും ഒരു ഇൻക്ലൂഷൻ സൊസൈറ്റിയിലുള്ള ഒരു ബാരിയേഴ്സ് എന്ന് പറയുന്നത്? ആൾക്കാരുടെ മൈൻഡ് സെറ്റ്, നമ്മളുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മളുടെ അപ്രോച്ച് അല്ലേ. അവന് അങ്ങനെയാണ് അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ്, അവന് കൈകൊണ്ട് വയ്യ, കാലുകൊണ്ട് വയ്യ, അതുകൊണ്ട് അവന് ഒന്നിനും വയ്യ എന്നുള്ളതാണ് അല്ലെ. ഒരു ഫിസിക്കൽ ചാലഞ്ചസ് നേരിടുന്ന ഒരു ആളിനെ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നമേ ഉണ്ടാകുള്ളൂ, പക്ഷെ അത് ആ ഒരു മൊത്തത്തിൽ അവനൊന്നും കഴിവുകെട്ടവനാക്കി മാറ്റി എന്നുള്ളതാണ് അല്ലെ. നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, നമ്മളുടെ ഒരു അപ്രോച്ച് അങ്ങനെയാണ്. അതോടൊപ്പം തന്നെയോ അവനെന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നതിന് പകരം നമുക്ക് എങ്ങനെ അവനെ സഹായിക്കാമെന്ന് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അവനെ സപ്പോർട്ട് ചെയ്യാമെന്ന് ചിന്തിച്ചു നോക്കിയാൽ തീരാവുന്നതേ ഉള്ളൂ അല്ലെ, നമ്മളുടെ ഈ ഒരു ബാരിയേഴ്സ് നമ്മൾക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തെല്ലാം മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും? എന്തൊക്കെയാ കൊണ്ടുവരാൻ പറ്റുക? സപ്പോർട്ടീവ് ആയിരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക, നമ്മളെ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വളരെ കൈൻഡ് വേർഡ്സ് യൂസ് ചെയ്യുക അല്ലെ, ഒരേപോലെ തന്നെ റെസ്പെക്ട് ചെയ്യുക, മറ്റുള്ളവരിൽ എൻകറേജ് ചെയ്യിപ്പിക്കുന്ന വാക്കുകൾ നമ്മളുടെ സംസാരത്തിലും ഭാഷകളിലും നമ്മളുടെ അപ്പിയറൻസിലും നമ്മൾ കൊണ്ടുവരിക അല്ലെ. ഇനി ചെറിയ ചെറിയ ചുവടുവെപ്പുകളാണ് പുതിയൊരു മാറ്റത്തിന് കാരണമാകുന്നു എന്നുള്ളതാണ് അല്ലെ. നമ്മൾക്ക് നമ്മളിൽ തന്നെ പുതിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ ചെറിയൊരു മാറ്റത്തിന് നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ അത് നല്ലൊരു സമൂഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അല്ലെ. ഇനി സ്കൂളിൽ നോക്കുകയാണെങ്കിലോ നമ്മൾക്ക് എങ്ങനെ ഒരു ഇൻക്ലൂഷൻ സൊസൈറ്റീനെ രൂപീകരിക്കാം? കുട്ടികൾക്ക് എങ്ങനെ രൂപീകരിക്കാം? പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടീനെ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യും അല്ലെ. എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആക്ടിവിറ്റികളും ഗെയിമുകളും നമ്മൾക്ക് എന്ത് ചെയ്യാം, ഉൾപ്പെടുത്താം എന്നുള്ളത്. നമ്മളുടെ വീട്ടില് നമ്മൾക്ക് എങ്ങനെ ഈ ഒരു ഇൻക്ലൂഷൻ കൊണ്ടുവരാം? നമ്മളുടെ സിബ്ലിങ്സിനെയും നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവരെയും നമ്മൾക്ക് എന്ത് ചെയ്യാം, റെസ്പെക്ട് ചെയ്യാം. നമുക്ക് വളരെ പേഷ്യൻസ് ആയി അവരെ ശ്രദ്ധയോടെ നമ്മൾക്ക് കേൾക്കാം. അവരുടെ ഓരോ ഇമോഷൻസിനെയും നമ്മൾക്ക് മാനിക്കാം എന്നുള്ളതാണ്
അല്ലെ? ഇനി സമൂഹത്തിലേക്ക് വരുമ്പോഴോ അതും ഇതേപോലെ തന്നെയാണ്. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരോടും വളരെ ശ്രദ്ധയോടെ, വളരെ ക്ഷമയോടെ, വളരെ കൈൻഡായിട്ട് പെരുമാറുക, സംസാരിക്കുക. യെസ്, നമ്മൾക്ക് ഏതൊരാൾക്ക് സഹായം വേണമോ ആ വ്യക്തി നമ്മളോട് സഹായം ചോദിക്കുന്നതിന് പകരം നമ്മൾ കണ്ടറിഞ്ഞ് ആ സഹായം കൊടുക്കുക. നമ്മളാൽ കഴിയുന്ന എന്തൊരു സഹായമാണോ ആ വ്യക്തിക്ക് അത് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഒന്നാണ്, അല്ലെ? അതോടൊപ്പം തന്നെ വിവേചനത്തിന് നിലകൊള്ളുക എന്നുള്ളതൊക്കെ. യെസ്, ഇനി ഇതെല്ലാം എവിടെ മാറ്റം വരണം? നമ്മൾ എല്ലാവരെയും മാറ്റിയാൽ മതിയോ? നമ്മൾ എല്ലാവരെയും മാറ്റാൻ തയ്യാറാണല്ലേ? നമ്മള് ഇന്ന് ആരെ മാറ്റാമെന്നാണ് നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കുക. പക്ഷെ ശരിക്കും നമ്മൾ മറ്റുള്ളവരെ മാത്രം മാറ്റിയാൽ മതിയോ? നമ്മളിൽ ഒരു മാറ്റം വരുത്തന്നെ. യെസ്, നമുക്ക് ഒരുമിച്ചിട്ട് തന്നെ മുന്നേറാം പുതിയൊരു മാറ്റത്തിന്, പുതിയൊരു ചുവടുവെപ്പിന്. യെസ്, നമുക്ക് പുതിയൊരു കാൽവെപ്പ് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കിയാൽ. ഓക്കെ, ഇനി ചെറിയൊരു ക്വസ്റ്റ്യനോട് കൂടിയിട്ട് ഞാൻ എൻ്റെ ഒരു കുഞ്ഞ് സെഷന് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ചോദ്യങ്ങൾ ഇങ്ങനെയാണ്: ഞാൻ ആരെയെങ്കിലും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ? അതും അല്ലെങ്കിൽ ഞാൻ ആരെയെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? അതും അല്ലെങ്കിലോ എൻ്റെ ക്ലാസ്സില്, എൻ്റെ വീട്ടില്, എൻ്റെ ജോലി സ്ഥലത്ത് എനിക്ക് എന്ത് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും? ഇന്ന് മുതൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ചെറിയ മാറ്റം അതെന്താണ്? ഈ ഒരു 4 ചോദ്യങ്ങളോട് കൂടിയിട്ട് ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു സെഷന് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് മറ്റുള്ളവരെ വിധിക്കുന്നതിന് പകരം എല്ലാവരോടും കരുണയോടെ പെരുമാറാനും, ഒരു വിമർശനത്തിന് പകരം നമുക്ക് സഹാനുഭൂതിയോടെ നമുക്ക് എല്ലാവരോടും പെരുമാറാനും, ഒരു ഒഴിവാക്കലിന് പകരം എല്ലാവരെയും ഉൾപ്പെടുത്തുക എന്നുള്ള ആ ഒരു തോട്ടോട് കൂടിയിട്ട് ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു സെഷന് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ടുഗദർ ലെറ്റ്സ് വാക്ക് ടുവാർഡ്സ് ആൻ ഇൻക്ലൂസീവ് സൊസൈറ്റി. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഇന്നത്തെ എൻ്റെ ഈ ഒരു ടോപ്പിക്ക് ഞാൻ സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും, പല റീൽസുകളിലൊക്കെ ആയിട്ട് കോഴിക്കോട് വെച്ചിട്ട് കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവൽ നടക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു, അല്ലെ? കഴിഞ്ഞ ആഴ്ചയായിട്ട് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. റീൽസുകളിലൂടെ ആയിട്ടും പലരും അവിടെയൊക്കെ പോയി കണ്ടു ഒക്കെ ഉണ്ടായിരുന്നു. യെസ്, ഞാനും അങ്ങനെ പോയി. എൻ്റെ തോട്ട് ഇങ്ങനെയായിരുന്നു: നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ എന്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്നുള്ളത്. ആ ഒരു ചിന്തയോട് കൂടിയിട്ടായിരുന്നു ഞാൻ പോയിരുന്നത്. എൻ്റെ കൂടെ എൻ്റെ മോനെയും ഞാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം മോൻ്റെയിലും നമ്മൾ പലപ്പോഴും ഓരോ കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ? ഈ അമ്മ എന്താ പറയുന്നത്, അല്ലെങ്കിൽ ഇവരൊക്കെ എന്താ പറയണത്, അങ്ങനെ ഒരു ചിന്താഗതിയായിരിക്കും കുട്ടികൾക്ക് ഉണ്ടാവുക. പക്ഷെ അവർ നേരിട്ട് കണ്ടറിഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അത് അവരുടെ മനസ്സിന്റെ അടിത്തറയിൽ അത് അവിടെ അങ്ങനെ പതിഞ്ഞു കിടക്കുക, അല്ലെ? ആ ഒരു എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ ഉണ്ടാകണം എന്ന ഒരു തോട്ടോട് കൂടിയിട്ടാണ് ഞാൻ അവിടെ പോയത്. അവിടുന്ന് പോയ സമയത്ത് പലതരത്തില് ഫിസിക്കൽ ചാലഞ്ചസ് ഉള്ള, പലതരത്തില് ലേണിംഗ് ചാലഞ്ചസ് ഉള്ള ആളുകളെ എനിക്ക് കാണാൻ സാധിച്ചു എന്നുള്ളത്. അങ്ങനെ ഇരിക്കെ ഞാൻ തന്നെ വിചാരിച്ചു, ഇനിയും ഇതിലേറെ ആളുകൾ ഉണ്ടാവില്ലേ ഈ സമൂഹത്തിന് പുറത്തേക്ക് വരാൻ? ഒരു വീടിന് 4 ചുമരുകൾക്കുള്ളിൽ അടയ്ക്കപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ? അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് നമ്മളുടെ അടുത്ത് തന്നെ, ചിലപ്പോൾ നമ്മളുടെ വീടിന് തൊട്ടപ്പുറത്ത് തന്നെ വീട്ടിലുണ്ടായിരിക്കാം ഇത്തരത്തില് സ്ട്രഗിൾസ് ഒക്കെ നേരിടുന്ന ഒരുപാട് ആളുകളല്ലേ? നമ്മൾ എന്തെങ്കിലും അവരെ കണ്ടറിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വാക്കുകൊണ്ട് എല്ലാവർക്കും വേണ്ടത് എന്താ? സാമ്പത്തികമായിട്ട് നമുക്ക് സഹായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു വാക്ക്, ഒരു തലോടല്, ഒരു കൂടെ ഇരിക്കല്, അത് മതിയാകുമല്ലേ എല്ലാവരെയും ഈ ഒരു സമൂഹത്തിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുമ്പോൾ? അവിടുന്നാണ് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഈ ഒരു തോട്ട് വന്നത്. എന്തുകൊണ്ട് ഇൻക്ലൂസീവ് സൊസൈറ്റി
നമ്മൾക്ക് നമ്മളിൽ തന്നെ ഒന്ന് രൂപീകരിക്കാൻ സാധിച്ചുകൂടായിരുന്നു. ആ ഒരു സെഷനിൽ അവിടെ ഉണ്ടായിരുന്നത് ഇങ്ങനെയായിരുന്നു. ചെറിയൊരു രീതിയിൽ ഞാൻ പറയാം. പലതരത്തിലുള്ള ഫിസിക്കൽ ചാലഞ്ചസ് ഉള്ള കുട്ടികളുണ്ടായിരുന്നു, ആളുകളുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അവിടെ ഇങ്ങനെ സ്ക്രീനിൽ ഓരോ ഫിസിക്കൽ ചാലഞ്ചസ് ഉള്ള ആളുകളെ കുറിച്ചിട്ടും ഒരു ചെറിയൊരു ബൈറ്റ് ഉണ്ടായിരുന്നു. അത് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. എന്നിട്ട് അവർ ഹെഡ്ഫോൺ വെച്ചിട്ട് നമുക്ക് വെച്ച് തരും. നമ്മളത് ശ്രദ്ധയോടെ കേൾക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു 4-5 സ്ക്രീനുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ 4-5 സ്ക്രീനിലും ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ എങ്ങനെ നേരിടാം, അതേപോലെ തന്നെ ഇത് ഫിസിക്കൽ ചാലഞ്ചസ്, പലതരത്തിലുള്ള ഫിസിക്കൽ ചാലഞ്ചസ് ഉള്ള ആളുകളെയൊക്കെ നമ്മൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം, നമ്മൾക്ക് എന്തവിടെ ചെയ്യാൻ പറ്റും, എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ആയി വന്നത് എന്നതൊക്കെ കുറിച്ചുള്ള ചെറിയൊരു വിവരണമായിരുന്നു ആ സ്ക്രീനിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ മോന് വെറുതെ കേൾപ്പിച്ചു കൊടുത്തു. അവൻ എത്രത്തോളം അത് കേൾക്കും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അവൻ ഞാൻ വെറുതെ കേൾപ്പിച്ചു കൊടുത്തപ്പം അത് അവൻ ഫുള്ള് കേട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിട്ട് കേട്ടതെങ്കിൽ കൂടി അത് കഴിഞ്ഞിട്ട് അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അമ്മ, അപ്പൊ ഇങ്ങനെ ആയിരുന്നില്ലേ, അപ്പൊ ഇങ്ങനെയാണല്ലേ അവരുടെ അവസ്ഥ, അപ്പൊ നമ്മൾ അവരോട് ഇങ്ങനെയാണല്ലേ പെരുമാറേണ്ടത് എന്ന്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ അതൊരു സന്തോഷമായി. കാരണം എന്താണോ നമ്മൾ ആഗ്രഹിച്ചത് ആ ഒരു കാര്യം അതൊരു അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ അവിടെ അവന്റെ ഉള്ളില് ഇനി അത് ഭാവിയിൽ അവൻ എങ്ങനെ ഉപയോഗിക്കുമെന്നുള്ളത് എനിക്കറിയില്ല. എങ്കിൽ കൂടി അവരുടെ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് പലപ്പോഴും സ്കൂളുകളിലൊക്കെ ഇത്തരം കുട്ടികൾ ഉണ്ടാകുമ്പോൾ അവരത് ആ കുട്ടികളെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അവരുടെ കൂടെ നിർത്താതെ അവരെ മാറ്റി നിർത്തും. ആ കുട്ടി അങ്ങനെയാണമ്മ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ആ കുട്ടി ഡ്രസ്സിലൊക്കെയാണ് കൈ തുടയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മോൻ എങ്ങനെ വരാറുണ്ട്. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ ഇങ്ങക്കൊന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഭയങ്കര ഡയലോഗ് ആയിരുന്നു. പക്ഷെ ആ ഒരു സെഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ വിചാരിച്ച ആ ഒരു കാര്യം കുട്ടികളിലേക്ക് എത്താൻ പറ്റി എന്നുള്ളത്. അവിടെ നിന്നാണ് എനിക്ക് ഈ ഒരു തോട്ട് ഇനി മോർണിംഗ് സർക്കിൾ എടുക്കുന്ന സമയത്ത് എനിക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് എല്ലാവർക്കും ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണം, നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്നുള്ള ആ ഒരു തോട്ടോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് എടുക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് ഒരുമിച്ചിട്ട് തന്നെ ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റിയിലേക്ക് ഒരുപോലെ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഓരോ ചുവടുവെപ്പുകളായിട്ട് നമ്മൾക്ക് പതുക്കെ പതുക്കെ നടന്നു പോകാം എന്നുള്ളതാണ്. നമ്മൾക്ക് എല്ലാവർക്കും നല്ലൊരു സൊസൈറ്റിയെ രൂപീകരിക്കുവാനും അതിൽ എല്ലാവരെയും ഉൾപ്പെടുത്താനും നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇപ്പൊ മുതൽ ഈ ഒരു സമയം മുതൽ നമ്മൾക്ക് എന്ത് മാറ്റങ്ങൾ വരുത്താം എന്നുള്ള ആ ഒരു തോട്ടോട് കൂടിയിട്ട് ഇന്നത്തെ ഒരു ചെറിയൊരു സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കും അഭിപ്രായങ്ങളും നിങ്ങളുടെ സജഷൻസും എല്ലാം ഞാൻ വളരെ സ്നേഹത്തോടെ തന്നെ സ്വീകരിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. വെരി ഗുഡ് സെഷൻ. നല്ല രീതിയിൽ തന്നെ ആ ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റിയെ പറ്റി കവർ ചെയ്തു. നമ്മൾ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുകയും റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് നമ്മളിൽ നിന്ന് തന്നെയാണ് അത് ആദ്യമേ തുടങ്ങേണ്ടത്. കാരണം ബൈബിളിൽ പറയുന്ന പോലെ നീ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ആദ്യം സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ മറ്റേ ഒരാളിനെ, അത് ആരായിരുന്നാലും അവരെ കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം എല്ലാവരും ഏത് രീതിയിലും റിഗാർഡ്ലെസ് ഓഫ് ദെയർ ഐഡന്റിറ്റി ആൻഡ് ദെയർ കേപ്പബിലിറ്റി, അതെല്ലാം അങ്ങനെ നിലനിൽക്കെ തന്നെ അവരെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു കാര്യം എല്ലാവരെയും ഓർപ്പിച്ചു. പിന്നെ ഇവരെ സഹായിക്കുന്ന കാര്യം പറയുമ്പം നമ്മളെ ഇവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്, അല്ലാതെ അവരെ ടോട്ടലി ഡിപ്പെൻഡൻ്റ് ആക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇത് പറയാൻ കാര്യം, ഇപ്പം ഞാൻ പുറത്ത് മക്കളുടെ അടുത്തൊക്കെ പോകുമ്പോഴേ, നമ്മൾ ഇപ്പം ഈ കാനഡയിലും ഓസ്ട്രേലിയയിലും അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോഴത്തേന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ 90 വയസ്സ് കഴിഞ്ഞവരും
അല്ലെങ്കിൽ അതുപോലെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പൊ അവരെ ഇപ്പം ഈ ഓസ്ട്രേലിയയിലാണെങ്കിൽ നമ്മൾ കാണാം അവർക്ക് ഈ മോട്ടറൈസ്ഡ് വീൽ ചെയർ ഉണ്ട്. എന്നിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പം എത്രയോ പേരാണെന്നറിയാമോ തന്നെത്താൻ അവർ ഈ ഇത്രയും പ്രായമുള്ള ആൾക്കാർ തന്നെ കാര്യങ്ങളെല്ലാം ഈ വണ്ടിയിൽ വന്നിട്ട് തന്നെ ഷോപ്പിങ്ങിന് പോകുന്നു, ഷോപ്പ് ചെയ്യുന്നു സാധനം. പക്ഷെ അപ്പോൾ ഒരു കാര്യം ചിന്തിക്കാനുള്ളത്, അവിടെയെല്ലാം ആക്സസിബിലിറ്റി ഉണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ല. ഇവർക്ക് ഈ വണ്ടിയും കൊണ്ട് എവിടെ വേണേലും പോകാം, ഏത് ബിൽഡിങ്ങിലും അവർക്ക് ആ ഒരു ആക്സസിബിലിറ്റി ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് ദേ ആർ ഏബിൾ ടു ടേക്ക് കെയർ ഓഫ് ദംസെൽസ് ആൻഡ് ദേ ആർ ഏബിൾ ടു ബി ഓൺ ദെയർ ഓൺ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ അവർക്ക് ആ ഒരു ഫെസിലിറ്റി ഉണ്ടെന്ന് അതൊന്ന്. രണ്ടാമത് ഇപ്പൊ നമ്മളെ ഓടിച്ചെന്ന് അവരെ ഹെൽപ്പ് ചെയ്യുന്ന അവർക്ക് ഇഷ്ടമല്ല. ദേ വാണ്ട് ടു അവർക്ക് തന്നെത്താൻ മാനേജ് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് ചെയ്യുന്നത് തന്നെയാണ് ഇഷ്ടം. സോ ദാറ്റ് ദേ ഹാവ് ദാറ്റ് സെൻസ് ഓഫ് തന്നെത്താൻ ചെയ്യുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ഇല്ലേ. സോ ദാറ്റ് ദേ ഡോണ്ട് ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ അതേഴ്സ്. അപ്പം ആ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചാല് നമ്മൾ അവരെ സഹായിക്കണം, ആവശ്യത്തിന് സപ്പോർട്ട് കൊടുക്കണം. അല്ലാതെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമ്മുടെ പിള്ളേർ തൊട്ട് ആരെയാണേലും എല്ലാം അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതല്ല. അവരെ ഇൻക്ലൂസീവ് ആക്കുക എന്ന് പറയുമ്പോഴത്തേന് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. ബട്ട് ലെറ്റ് ദം ബി ഇൻഡിപെൻഡന്റ് ആൻഡ് ഡു തിങ്സ് ഓൺ ദെയർ ഓൺ ആൻഡ് ഫീൽ ദാറ്റ് സെൻസ് ഓഫ് അക്കോംപ്ലിഷ്മെന്റ് ആൻഡ് അച്ചീവ്മെന്റ് ആൻഡ് ദാറ്റ് സെൽഫ് വർത്ത്. എനിക്ക് എന്നെ കൊണ്ട് തന്നെ പറ്റുമെന്നുള്ള ആ ഒരു രീതിയിൽ അവരെ എൻകറേജ് ചെയ്തുകൊണ്ട് വരിക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പൊ അതും കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഞാൻ വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ് സെഷൻ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. Good morning, Indira ma'am. Good morning, everybody. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓ കേൾക്കുന്നുണ്ട്. കേൾക്കാം. ഓക്കെ. തിങ് ഈസ് നല്ലൊരു സെഷൻ, നല്ലൊരു ടോപ്പിക്കാണ്. ഓഫ് ലേറ്റ് ആയിട്ട് ഞാൻ ലീഗൽ ആംഗിളിൽ ഇരുന്ന് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ലോ തന്നെ വന്നിട്ടുണ്ട് എല്ലാവരുടെയും, സ്കൂൾസിലായാലും ശരി, സൊസൈറ്റിക്ക് വേണ്ടിയിട്ടും നമ്മൾ ഈ കുട്ടികളെ മാറ്റി നിർത്താൻ പാടില്ല. അവർക്ക് വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റീസ്, അവർക്കായിട്ടുള്ള ചില ചാലഞ്ചസ്, അത് എങ്ങനെ പറഞ്ഞാൽ ലോ പറഞ്ഞ വേർഡ് ഡിസബിലിറ്റി എന്ന് പറയരുത്. അത് അവര് ചാലഞ്ച്ഡ് ആണ്. യു ഷുഡ് നെവർ യൂസ് ദറ്റ് വേർഡ് ഡിസബിലിറ്റി. ഇറ്റ് ഈസ് റോങ് ഓൺ അവർ പാർട്ട്. അവര് ചാലഞ്ച്ഡ് ചിൽഡ്രൻ ആണ്. So automatically we should be very careful while using the word also. ഒരിക്കലും ബൈ മിസ്റ്റേക്ക് പോലും നമ്മൾ അത് വേർഡ് യൂസ് ചെയ്യാതിരിക്കുക. അത് ചാലഞ്ചസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട് ലൈഫില്. സോ ആ ചാലഞ്ചസിനെ നമ്മൾ കുട്ടികളുടെ ഈ ഒരു ചാലഞ്ചിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് അവർ മുന്നോട്ട്, അതിന് വേണ്ടിയിട്ട് കുറെ ലോസ് ഉണ്ട്. ഈ ലോസ് വന്നിട്ട് എക്സ്ക്ലൂസീവ്ലി ഫോർ ദം ഉണ്ടാക്കിയിട്ടുണ്ട്, ഫോർ ദെയർ വെൽബീയിങ്. സോ ഡെഫിനറ്റ്ലി നമ്മൾ ആ ലോസിനെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോവാം. അതേ രീതിയിൽ കുറെ കാര്യങ്ങൾ പേരൻസ് ആൻഡ് ടീച്ചേഴ്സ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. പേരൻസ് സെൽഫായിട്ടും അതേ രീതിയിൽ എപ്പോഴും പറയണില്ലേ, പ്രാക്ടീസ് ബിഫോർ യു പ്രീച്ച്. പ്രാക്ടീസ് നമ്മൾ ചെയ്യുക. നമ്മൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മക്കള് ആ കുട്ടികളെ അവരുടെ ഫ്രണ്ട്സ് ആയിട്ട് അവരിനെ ആക്സെപ്റ്റ് ചെയ്യും, നമ്മളെ കണ്ടിട്ട് പഠിക്കും. ടീച്ചേഴ്സ് ആയാലും ആ കുട്ടികളെ ഇൻസൾട്ട് ചെയ്യാതിരിക്കുക, അവരുടെ ഡിഫിക്കൽട്ടീസിനെ മനസ്സിലാക്കി കൊടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. എനിക്ക് എൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാനായപ്പോ സൂസൻ മാം പറഞ്ഞപ്പോഴാണ് അത് എൻ്റെ മനസ്സിൽ വന്നത്. എൻ്റെ ഒരു ഫ്രണ്ടാണ്, എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ്. അവരുടെ പേരക്കുട്ടി, മകളുടെ മകൻ മകളുടെ മകൻ, സോ ഇറ്റ്സ് ഫോർത്ത് ജനറേഷൻ കുട്ടിയാണ്. ഹൈപ്പർ എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്യാറുണ്ട് ഇപ്പൊ നമ്മൾ, ഹൈപ്പർ ആക്റ്റീവ്ന്. ഞാൻ എപ്പോഴും അവരുടെ വീട്ടിൽ വിസിറ്റ് ചെയ്യുമ്പോൾ കുട്ടി ഭയങ്കര ഹീസ് ആക്ച്വലി മെന്റലി ചാലഞ്ച്ഡ് ആയ കുട്ടിയാണ്. ജിമ്മിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അമ്മ, എല്ലാവരുടെയും കൊണ്ടുപോകണം, എല്ലാവരുടെയും ഭയങ്കര പ്രശ്നം. ഞങ്ങൾ പോകുമ്പോ ഒക്കെ കാണുന്നത് വീട്ടിൽ കണ്ട എല്ലാ സാധനം എടുത്ത് മുത്തശ്ശിയുടെ മീതെ വലിച്ചെറിയ,
അപ്പൊ ഇവരെന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഇവര് ഒരു വടി വെച്ചിരിക്കുക ആ കുട്ടിക്ക് വേണ്ടിയിട്ട്, ഞങ്ങളുടെ മുമ്പിൽ തന്നെ കുട്ടീനെ അടിക്കുക. പിന്നെ അവര് പറഞ്ഞ ഒരു കാര്യം എനിക്ക് സ്ട്രൈക്ക് ആയത് എന്താ പറഞ്ഞാൽ, ഇന്ത്യയിലെ ഈ മാതിരി കുട്ടികളെ ആക്സെപ്റ്റ് ചെയ്യില്ല, അവരുടെ പ്രോപ്പർ രീതിയിൽ അവരുടെ മെന്റൽ സ്ട്രെങ്ത് കൊടുക്കില്ല. ഈ ഞാൻ പറയുന്ന ഈ ആന്റിയുടെ വേറെ ഒരു മകളുണ്ട്, അവര് കാനഡയിലാണ്. അപ്പോ ഇപ്പൊ ആ ഫാമിലിയിൽ ഡിസൈഡ് ചെയ്തിരിക്കുകയാണ് ഈ കുട്ടീനെ അവര് അഡോപ്റ്റ് ചെയ്യുന്നു. ബിക്കോസ് കാനഡയല്ല ഈ മാതിരി കുട്ടികൾക്ക് നല്ല ഫെസിലിറ്റീസ് ഉണ്ട്, ഗവൺമെന്റ് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ജസ്റ്റ് ഇമാജിൻ, നമ്മൾ ഇത്രയൊക്കെ സംസാരിക്കുന്നുണ്ട്, ബട്ട് റിയാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി വെരി ടഫ് ഫോർ ദീസ് ചിൽഡ്രൻ. സോ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ അവരുടെ മെന്റൽ സപ്പോർട്ട്, അവരുടെ ടാലൻസ്, അവരുടെ സ്കിൽസ് എന്തൊക്കെയാണ് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് അതിനെ ഗ്രൂം ചെയ്തെടുക്കാനുള്ള രീതിയിൽ നമ്മള് മാറിയിരിക്കണം എന്നുള്ളത് മസ്റ്റാണ്. സോ വിത്ത് ദിസ് ഇൻഫർമേഷൻ വൺസ് അഗൈൻ താങ്ക് യു ഇന്ദിര മാം. നമ്മളെ ഈ മാതിരി കുട്ടികളെ കുറിച്ചിട്ട് ചിന്തിപ്പിക്കാനും അവരുടെ മാറ്റം വരുത്താനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ നീങ്ങാനുള്ളത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. വളരെ നല്ല ക്വസ്റ്റ്യനായിരുന്നു. ഇതുപോലുള്ള ക്ലാസ്സുകൾ നമുക്ക് ശരിക്കും ഉപകാരപ്പെടുന്ന ക്ലാസ്സുകൾ. അതായത് ഇങ്ങനെയുള്ള കുട്ടികൾ മാത്രമല്ല, വലിയവരും ഉണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ നമ്മള് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾക്ക് അവരിൽ നിന്നൊരു പ്രത്യേക ഒരു പുഞ്ചിരി നമുക്ക് ലഭിക്കും. അതൊരു വല്ലാത്തൊരു എനർജിയാണ് നമുക്ക്. അത് റിയൽ ആയിട്ട് ആസ്വദിക്കാൻ കഴിവുള്ളവർക്ക് അത് അറിയാൻ പറ്റും. കറക്റ്റ് ആസ്വദിച്ചവർക്ക് അത് അറിയാൻ പറ്റും. നമുക്കതൊരു പ്രത്യേക കിക്ക. അപ്പൊ നമുക്കതിന് ഇപ്പൊ മാം പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നത് അത് മാമിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ളത് കൊണ്ടാണ് മാം അത് കൂടുതൽ ആഗ്രഹിച്ചിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത് കോഴിക്കോട് ഒന്ന് പോയിട്ടുണ്ടാവുന്നത്. അപ്പൊ അതൊരു ഇത് തന്നെയാണ് സത്യം പറഞ്ഞത്. എനിക്ക് പറയണെന്ന് വെച്ചാല് എന്റെ അമ്മ, ഞാൻ ചെറുപ്പം മുതലേ തന്നെ എന്റെ അമ്മക്ക് കേൾക്കാനും സംസാരിക്കാനും കഴിയുക. അപ്പൊ അമ്മ, അതുപോലെ തന്നെ അമ്മയുടെ സുഹൃത്തുക്കൾ, അങ്ങനെ ഒരു വലിയൊരു ഗ്യാങ് തന്നെയുണ്ട്. ഇവര് തൃശ്ശൂര് ഒരുമിച്ച് കൊടുക്കും, എല്ലാ സൺഡേസിലും ഒരുമിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അമ്മ പോക്ക് കുറവാണ്. അമ്മ അതുപോലെ അമ്മയുടെ ആങ്ങളമാരൊക്കെ ഉണ്ട്, ഇവരൊന്നും സംസാരിക്കൊന്നുമില്ല. എനിക്ക് അതുകൊണ്ട് ചെറുപ്പം മുതലേ തന്നെ ഈ ഡെഫ് ലാംഗ്വേജ് ഒക്കെ എനിക്ക് വളരെ നല്ല രീതിയിൽ അറിയാം. സിംഗിൾ ഹാൻഡ് കൊണ്ടും ഡബിൾ ഹാൻഡ് കൊണ്ടും ഒക്കെ അവർ ഇംഗ്ലീഷിൽ സംസാരിക്കും. എനിക്ക് അതൊക്കെ വളരെ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയും. അവരുമായിട്ട് ട്രാൻസ്ലേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ നടത്താറുണ്ട്. അപ്പോ അത് ഞാൻ പറയുന്നത് അങ്ങനെയുള്ളവരെ ഇപ്പൊ പറയില്ലേ, നമ്മ മറ്റുള്ളവര് അവയർനെസ് കൊടുക്കാൻ നിൽക്കണ്ട. നമ്മൾ ഓരോരുത്തരും നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമുക്കൊരു നല്ലൊരു ലോകം കെട്ടിപ്പടുത്താൻ പറ്റും എന്നുള്ളതാണ്. എന്തായാലും നല്ലൊരു അവയർനെസ് ക്ലാസ്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് അൻസർ സർ, താങ്ക് യു സോ മച്ച്. ഒന്നുകൂടെ ഞാൻ ഈ ക്രൗഡിന് വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ പറയാം. ഞാനൊരു ഓട്ടിസമും ഈ ഡിസബിലിറ്റീസ് ക്ലാസ് ലോ ബേസ്ഡ് ആയിട്ട് എടുക്കാറുണ്ട്. ഒരു ഓട്ടിസം ക്ലാസ് എടുക്കാം പേരൻസ് ആൻഡ് ചിൽഡ്രൻ. പക്ഷേ ഞാൻ അവിടെ പോയപ്പോഴാണ് അന്തം വിട്ടത്. ഞാൻ ഈ ഓട്ടിസം കുട്ടികൾക്ക് എന്ത് ക്ലാസ് എടുക്കാൻ പറ്റും? അത് ലീഗൽ അവയർനെസ് അവർ കൊടുക്കണമെന്ന് അവരിത് മനസ്സിലാക്കുവോ? അല്ലല്ലോ. അപ്പൊ നമ്മുടെ സൊസൈറ്റിയിലെ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഐ റിയലി ഫെൽറ്റ് മൈസെൽഫ് ആസ് എ ഫൂൾ ഓവർ ദെയർ. ബിക്കോസ് ഒരിക്കലും ആ കുട്ടികൾ ഞാൻ ലീഗൽ ടേംസും ഇതൊക്കെ യൂസ് ചെയ്തിട്ട് അവർക്ക് പഠിപ്പിക്കുമ്പോൾ എന്താ അവർക്ക് മനസ്സിലാവില്ല. പിന്നെ അവിടെ കുറെ എപ്പോഴും ഓട്ടിസം കുട്ടികളുടെ കൂടെ പേരൻസ് ഉണ്ടാവും. പേരൻസ് എൻ്റെ അടുത്ത് വെച്ച ഡിമാൻഡ്, അവര് ഞാൻ പറയണത് കേൾക്കാൻ താല്പര്യമില്ല. അപ്പൊ നമ്മള് വെനെവർ വി വോണ്ട് ടു ഹെൽപ്പ് ട്രൈ, നമ്മൾ അവരുടെ നീഡ്സ് എന്താണ് മനസ്സിലാക്കാം. അല്ലാതെ ഈ വെറുതെ ക്ലാസ് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ എൻ്റെ അടുത്ത് ഞാൻ ക്ലാസ് കൊടുക്കുമ്പോ ഇന്ന ലോ ഉണ്ട്,
നിങ്ങൾ ഇങ്ങനെ ഈ ലോൺ സീക്ക് ചെയ്യൂ, ഇങ്ങനെ അതോറിറ്റീസ് ഉണ്ട് അവിടെ പോവൂ. അപ്പൊ അവര് എൻ്റെ അടുത്ത് എല്ലാം ഇത് വെറുതെ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ചോദ്യം ചോദിച്ചു, മാം ഞങ്ങൾക്ക് ഒരു ജോലിയാക്കി തരുമോ? ഞങ്ങൾക്ക് ജോലിയാ വേണ്ടത്. ഈ കുട്ടികൾക്ക് ഞങ്ങൾ ചെലവാക്കുന്ന മെഡിസിൻസിന് വേണ്ടിയിട്ട് എക്സ്ട്രീംലി വളരെ കോസ്റ്റ്ലി ആണ് ഡോക്ടേഴ്സിന്റെ വിസിറ്റ്. സോ അവര് എൻ്റെ അടുത്ത് ചോദിച്ചത്, എന്തായാലും ഞാൻ അവിടെ ഐ കാൺട്ട് പ്രോമിസ് ദം എ ഗവൺമെന്റ് ജോബ്. ഒരിക്കലും എനിക്ക് അത് പ്രോമിസ് ചെയ്യാൻ പറ്റില്ല, അതിലൊക്കെ പോളിസീസ് ഗവൺമെന്റ് ഇൻവോൾവ്. അപ്പൊ ഞാൻ ഇവിടെ പറയണത് അങ്ങനത്തെ, ബിക്കോസ് ഞാൻ അഡ്രസ് ചെയ്ത ഓഡിയൻസ് വളരെ പാവപ്പെട്ട ഫാമിലീസ് ആണ്, വളരെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് ഫേസ് ചെയ്യുന്ന ഫാമിലീസ് ആണ്. ഓട്ടോ ഡ്രൈവേഴ്സ്, അതിനേക്കാൾ വളരെ അതിൽ തന്നെ വളരെ പുവർ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ്, ഡെയിലി വേജ് ഏർണേഴ്സ്. സോ നമ്മള് അങ്ങനത്തെ ഫാമിലീസ് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് അവർക്ക് വർക്ക്, നമ്മളെ കൊണ്ട് പറ്റുന്ന വർക്ക് അവർക്ക് കൊടുക്കുക, അവർക്ക് അവരുടെ ഇൻകം റെഗുലർ ആക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇതിൽ കുറെ ആൾക്കാർക്ക് opportunities കൊടുക്കാൻ പറ്റും for work. If at all you come across such people, please do help. And അവർക്ക് ചെറിയ ജോലി, മന്ത്ലി ഇൻകം, ഇപ്പൊ അത് ഹോം ഹെൽപ്പ് ആയിട്ട് വെക്കുക, അല്ലെങ്കിൽ നമ്മൾ തൊടി ക്ലീൻ ചെയ്യാനായിട്ട് ഈ മാതിരി ഉള്ളത് നമുക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അവർക്ക് എന്താ വേണ്ടത് ആ രീതിയിൽ ഫുൾ ഫ്ലെഡ് ജോബ്സ് ഒക്കെ ഐ ഡോണ്ട് നോ ഇസ് ഇറ്റ് പോസിബിൾ. സോ ഡെഫിനറ്റ്ലി നമുക്ക് ഇങ്ങനത്തെ പേരൻസ് ഒക്കെ കാണുമ്പോൾ അവര് ചോദിച്ച ഒരു നീഡ് എൻ്റെ അടുത്ത് വർക്കാണ്. സോ ഇതും എനിക്ക് ഷെയർ ചെയ്യാൻ ഒരു നെസസിറ്റി ആയിട്ട് തോന്നി. താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. നമ്മളുടെ ഓരോ സെഷനും ഭംഗിയാക്കുന്നത് നമ്മളുടെ ഫീഡ്ബാക്കിലൂടെയാണ്. അപ്പൊ നമ്മൾ ഒരാൾ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന ഒരു ഇൻഫർമേഷന് അത് പലതരത്തില് പല രീതിയിൽ എല്ലാവർക്കും അതേ തരത്തിലുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളും നമ്മൾക്ക് പറയാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഓരോ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾക്കും വളരെയധികം സന്തോഷം. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ചന്ദ്രൻ പറഞ്ഞപ്പോ പറഞ്ഞിട്ടാ, അവർക്ക് വർക്ക് കൊടുക്കുന്ന ഒരു സ്ഥാപനം എന്റെ അറിവിലുണ്ട് കേട്ടോ. അതായത് ചാലക്കുടിയിൽ ഒരു സ്ഥാപനമുണ്ട്. അവിടെ ഇതുപോലെ തൊഴിലില്ലാത്ത ആളുകള്, അതുപോലെ തന്നെ ഇതുപോലെ ചലഞ്ചിങ് പേഴ്സൺസ്, അവർക്കൊക്കെ അവിടെ ചെന്നിട്ട് മറ്റേ സോപ്പ് അതുപോലുള്ള ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടാക്കി മേക്ക് ചെയ്യണ കമ്പനിയാണ്. അപ്പൊ അവിടെ ചെന്ന് നിന്ന് അവർക്ക് ഫ്രീ കോസ്റ്റിൽ അത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത് വെച്ചിട്ട് ഒരു സ്ഥാപനമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ആ സ്ഥാപനത്തിന്റെ അഡ്രസ് തരാം. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു അൻസാർ സർ. സർ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ ഞാനിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ അവർക്ക് അത് പറയാമല്ലോ, ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അവർക്ക് എഫേർട്ട് ഇടണമെങ്കിൽ എഫേർട്ട് ഇടാം. താങ്ക് യു അൻസാർ. ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പൊ ചന്ദ്രമാമ പറഞ്ഞ പോലെ ഒരിക്കലും നമ്മളുടെ ഒരു ജോബിനെ വെച്ചിട്ട് നമുക്കൊരിക്കലും അവർക്ക് വേറൊരു ജോബ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയുണ്ടാവില്ല. പക്ഷെ അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി, ഇപ്പൊ ചന്ദ്രമാമ ഒന്ന് ആലോചിക്കുക, നമ്മൾ അവിടെ പോയിട്ട് ലോ ആൻഡ് ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് എന്ത് മനസ്സിലാവാനാണ് അല്ലെ? നേരെ മറിച്ചിട്ട് നമ്മൾ അവരിൽ ഒരാളായിട്ട് മാറി അവരുടെ കൂടെ നിന്ന് ചിലപ്പോൾ ഒരു കൈ പിടിച്ചു കൊടുത്താൽ മതിയാകും അല്ലെ? അപ്പോൾ അത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അവർക്ക് സമൂഹത്തില് ചെറുപ്പത്തില് നമ്മുടെ പാരൻസ് ഉണ്ടാകും അവരുടെ കൂടെ, പക്ഷെ കുറെ കഴിയുമ്പോൾ അവരുടെ ഒരു ഏജിലെത്തുന്ന സമയത്ത് ഈ പാരൻസിനും അവരെ ഒരു പരിധി ഉണ്ടാകും, അവരെ കൊണ്ടുപോകാനും എല്ലായിടത്തേക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനും ചെയ്തു കൊടുക്കാനും ഒക്കെ. പക്ഷെ അവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്, ഒരു ജോലി ആവട്ടെ മറ്റു കാര്യങ്ങളിലൊക്കെ ആവട്ടെ, നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളതും കൂടി നമ്മളൊന്ന് നോക്കാൻ. ഇപ്പോൾ അൻസാർ സാർ പറഞ്ഞ പോലെ അത്തരത്തിലുള്ള സ്ഥാപനത്തിന്റെ അഡ്രസ്സൊക്കെ നമ്മളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരാൾക്കെങ്കിലും സഹായകരമാകുമെന്നുള്ളതാണ്.
ഞാൻ വൈൻഡപ്പ് ചെയ്യാല്ലേ? ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? എങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. യെസ് മാം. താങ്ക് യു ഇന്ദിര മാം. നല്ല സെഷൻ ആയിരുന്നു. സുന്ദരി ആയിട്ടുണ്ടെന്ന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. Thank സോ you മച്ച്. thank you once again, and have a good day, each and every one of you. ഗുഡ് ഡേ ടു എവ്രി വൺ. എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ആശംസിക്കുകയാണ്. ചെറിയൊരു മാറ്റം നമ്മൾക്ക് വരുത്താൻ സാധിക്കുകയാണെങ്കിൽ അത് പുതിയൊരു മാറ്റത്തിന്, പുതിയൊരു സമൂഹത്തിനെ നമുക്ക് ഉൾപ്പെടുത്താനും ഉൾക്കൊള്ളാനും സാധിക്കട്ടെ എന്നുള്ളതാണ്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം തന്നെ ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.